സോറി എന്ന് പറഞ്ഞു. അല്ലെ, എന്നാലും എനിക്ക് പറ്റിയ തെറ്റിന് ഞാൻ സോറി പറയണ്ടേ? അത് ഞാൻ ക്ഷമ ചോദിച്ചു, അത്രേ ഉള്ളൂ. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണ് ഇതെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്വന്തമായിട്ടാ, ഇതെല്ലാം നമ്മുടെ സ്വന്തമായിട്ടാ, നമ്മളെല്ലാം ഒരു കുടുംബം കേട്ടോ. ഇതെല്ലാം നമ്മുടെ കുടുംബമാണ് കേട്ടോ. എന്റെ ലൈവ് വരുന്ന എല്ലാരും എന്റെ കുടുംബത്തിലെ അംഗങ്ങളാ കേട്ടോ. നമുക്ക് വേറെ വെളിയിൽ നിന്നുള്ള ഒത്തിരി ആൾക്കാരൊന്നും ഇല്ല. നമ്മളെ ഒരു കുടുംബത്തിലെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലു, രാജുവേട്ടൻ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങാടിക്ക് ചേട്ടൻ സൗമ്യ ഹായ് എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ല, സ്നേഹം തരുന്നുണ്ട്. സൗമ്യ സ്നേഹം തരുന്നുണ്ട്. സൗമ്യ ബ്ലൂ കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങാടി ചേട്ടാ എന്ന് പറയുന്നുണ്ട്. ഹാർട്ട് തരുന്നുണ്ട്. സരസു കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സൗമ്യ. രാജുവേട്ടൻ അവധി എത്ര ഡേ ഉണ്ട്? ഇന്നുകൊണ്ട് തീർന്നു. ഇനി നാളെ തൊട്ട് പോണമെന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സങ്കടം, കരയാൻ വരുന്നു. ഞങ്ങൾക്ക് ചേട്ടൻ അല്ലു ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം തരുന്നുണ്ട്. അല്ലു അനുപമ അക്ക കഴിച്ചില്ല, കഴിക്കാൻ പോകുന്നേ ഉള്ളൂ, അവിടെ കഴിച്ചോ എന്ന് ചോദിച്ച് ഹാർട്ടും തരുന്നുണ്ട്. ഒരു പാട്ടൂടെ പാട്. നിങ്ങൾക്ക് ആർക്കും ബോറടിക്കുന്നില്ലെങ്കിൽ ഒരു കവിതയും കൂടെ ഞാൻ പതുക്കെ ചൊല്ലിയേക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് ഇത്ര ധൈര്യമായിട്ട് കവിതയൊക്കെ ചൊല്ലുന്നത്. ഓക്കെ, പാട്. നമ്മളൊരു കുടുംബത്തിൽ അങ്ങനെയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ചേട്ടൻ മ്യൂട്ടാക്കണേ. രാജുവേട്ടൻ പോയാ? അടുത്ത വീട്ടിലെ അക്കാന്ന് പറഞ്ഞു പോയാ? രാജുവേട്ടൻ പോയോ? രാജുവേട്ടനെ ഡെഡിക്കേറ്റ് ആണ്. വാ വിചേട്ടൻ മ്യൂട്ടാക്കുവോ? ഞാൻ മ്യൂട്ടാക്കാം. പാതി വിരിഞ്ഞോരു പൂമൊട്ട് ഞാൻ എൻ്റെ മോഹങ്ങൾ വാടി കരിഞ്ഞുപോയി. ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെൻ്റെ ഓരോ തലവും ഒഴിഞ്ഞുപോയി. സൂര്യകാന്തിപ്പൂവ് ഞാൻ ഇന്നും എൻ്റെ ഈ സൂര്യനെല്ലിക്കാട്ടിലേകയായി പേടിപ്പെടുത്തുന്ന മൂളലായിന്നും പേവിഷത്തുമ്പികൾ പാറിടുന്നു. കരിന്തേളുകൾ മുത്തി മുത്തി കുടിക്കുവാൻ വെറുതെ ജനിച്ചതോ പെൺമുട്ടുകൾ. കനിവുള്ള കർക്കിട കരിമഴയ്ക്കൊപ്പമായി കരയാൻ ജനിച്ചതോ പെൺമുട്ടുകൾ. പെണ്ണ് പിഴച്ചതാണില്ല അവൾക്കില്ല മാനാഭിമാനങ്ങൾ മാനനഷ്ടം. പന്നിയെപ്പോലെ മുരളുന്നു ചെന്നായ പത്രങ്ങൾ പാത്രങ്ങളായി വിളമ്പുന്നു ഛർദിൽ മണക്കും പ്രഭാത സദ്യ. ഇരകൾക്കുപിറകെ കുതിക്കുന്ന പട്ടികൾ പതിവായി കുരച്ചു പേയാടുന്ന സന്ധ്യകൾ. കഴുകൻ മുഖങ്ങൾ വെളിച്ചത്തിലും പിന്നെ ഇരതൻ മുഖങ്ങൾ ഇരുട്ടിലും മാധ്യമത്തിര മത്സരങ്ങളിൽ തളരുന്ന സന്ധ്യകൾ. എക്കോ പാടുന്ന ആളെ കൊണ്ട് പാടിക്കണോ? വേറൊരു പാട്ട് പാടും. എക്കോ പാടുന്ന ആളെ കൊണ്ട് വേറൊരു ഞാൻ പാടിത്തരട്ടെ കവിത? മതിയല്ലേ, ഇത് വലിയ കവിത കേട്ടോ. അത്ര പോരെ? ഓക്കെ ആയില്ലേ? ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ. മ്യൂട്ട് മാറ്റിക്കോ ചേട്ടാ, മ്യൂട്ട് മാറ്റൂ. രാജീവൻ ആരോ കോറസ് കൊടുക്കുന്നുണ്ട്. മോള് വന്ന് ഫ്രെയിമിൽ വാ. മോള് ഫ്രെയിമിൽ വരണോ? അവള് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം. മോള് ഫ്രെയിമിൽ വാ, കുഴപ്പമില്ല. വാ. ഓക്കെ. മോള് പാടിക്കേ. മോള് പാടിക്കേ. ഏതെങ്കിലും പാട്ട് പാടി കൊടുക്കൂന്ന്. ഏതെങ്കിലും പാട്. കുട്ടി പാടണം എന്ന് പറയുന്നുണ്ട്. കുട്ടി ഒന്ന് പാട്ട് പാടിക്കേ. മോള് പാടിക്കേ. അതിനെ ആ ഫ്രെയിമിലോട്ട് ഒന്ന് കേറ്റിക്കേ. അതിന് ഇച്ചിരി സ്ഥലം കൊടുക്കൂ താരാ. പാടിക്കേ. മോള് പാട്. പുഴയുടെ തീരത്തൊരുത്രാടരാ വിസ്മയമോ